നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ECGC ലിമിറ്റഡിലെ പ്രൊബേഷണറി ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ട് 30 സ്ഥിരം ഒഴിവുകളാണുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ECGCയുടെ വെബ്സൈറ്റ് ആയ www.ecgc.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള പ്രതിമാസം ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിവർഷം 20 ലക്ഷം രൂപ CTC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 82,635 മുതൽ 1,69,025 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഇതിനെക്കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. നവംബർ 11 മുതൽ ഡിസംബർ 2 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവസാന തീയതി 2025 ഡിസംബർ 2 ആണ്. അതിനുശേഷം ഓൺലൈൻ എക്സാമിനേഷന് ജനുവരി 11 തീയതി നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് ജനുവരി 31 പബ്ലിഷ് ചെയ്യുകയും ഫെബ്രുവരി മാർച്ചോടുകൂടി ഇന്റർവ്യൂ നടത്തി ഫൈനൽ സെലക്ഷൻ നടത്തും എന്നാണ് പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ECGCയുടെ വെബ്സൈറ്റ് ആയ www.ecgc.in എന്ന സൈറ്റിൽ ലഭ്യമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആകെ വേക്കൻസികൾ 30 എന്ന കാര്യം ഓർമ്മിക്കുക. മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജ് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രായമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് 2025 നവംബർ 1 അടിസ്ഥാനമാക്കിയാണ്. SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രീമി ലെയർ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എക്സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിനും 5 വർഷം വരെ ഇളവ് അവരുടെ സർവീസ് അനുസരിച്ച് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് 2 സ്ട്രീമുണ്ട്. പ്രൊബേഷണറി ഓഫീസർ ജനറലിസ്റ്റ് പോസ്റ്റുകൾ 28 വേക്കൻസിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല, കാരണം മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിൽ ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്നവരെന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് രാജ്യഭാഷ ഹിന്ദി 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി, ഹിന്ദിയിലുള്ള മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേഷനും, ഇംഗ്ലീഷ് ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിച്ചിരിക്കണം, 60% മാർക്കോടെ പാസ്സാകാതിരിക്കണം. SC/ST കാരാണെങ്കിൽ 55% മാർക്ക് മതി. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷിലുള്ള മാസ്റ്റേഴ്സ് ബിരുദവും ഹിന്ദി ഡിഗ്രി ലെവലിൽ പഠിച്ചവർക്കും 60% മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം ഓർമ്മിക്കുക. അതാണ് രാജ്യഭാഷാ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ജേർണലിസ്റ്റ് കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇവിടെ ഓരോ കാറ്റഗറിയിലുള്ള വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് കാറ്റഗറിയിലുള്ള അതിന്റെ ഡീറ്റെയിൽസ്, ആർക്കൊക്കെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക, ആരൊക്കെയാണ് EWS, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. ഓൺലൈൻ എക്സാമിനേഷന് ജനുവരി 11 നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുകയാണെങ്കിൽ റീസണിംഗ് എബിലിറ്റി 50 ചോദ്യങ്ങൾ 50 മാർക്ക് 40 മിനിറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 30 മിനിറ്റ്, കമ്പ്യൂട്ടർ നോളജ് 20 ചോദ്യങ്ങൾ 20 മാർക്ക് 10 മിനിറ്റ്, ജനറൽ അവയർനെസ് 40 ചോദ്യങ്ങൾ 40 മാർക്ക് 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യങ്ങൾ 50 മാർക്ക് 40 മിനിറ്റ്, അങ്ങനെയാകെ 200 ചോദ്യങ്ങളും 200 മാർക്കും ആയിരിക്കും. 140 മിനിറ്റ് ആയിരിക്കും പരീക്ഷയ്ക്ക് സമയം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത് ജേർണലിസ്റ്റ് കാറ്റഗറിയാണ്. പനിയും സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിക്ക് രാജ്യഭാഷയിലാണെങ്കിൽ അതിൽ ഡിഫറൻസ് ഉണ്ട്. അതിൽ റീസണിംഗ് എബിലിറ്റി 40 ചോദ്യങ്ങൾ 40 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, ജനറൽ അവയർനെസ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ 40 മാർക്ക്, പ്രൊഫഷണൽ നോളജ് 50 ചോദ്യങ്ങൾ 50 മാർക്ക്, അങ്ങനെ 200 ചോദ്യങ്ങൾ 20 മാർക്കും 140 മിനിറ്റുമാണ്. സമയം ശരിക്കും ഒരു ഈക്വൽ തന്നെയാണ്. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അതാണ് പ്രൊബേഷണറി ഓഫീസർക്ക് SR റേറ്റിംഗും പ്രിസിസ് റേറ്റിംഗും ആണുള്ളത്. അതേസമയം മറ്റേ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ജേർണലിസ്റ്റ് പോസ്റ്റ് രാജ്യഭാഷാ പോസ്റ്റിലേക്കാണെങ്കിൽ SR റേറ്റിംഗും ട്രാൻസ്ലേഷനുമാണ് അവർക്ക് ഉള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് മാത്രമേ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവൂ. എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ. എറണാകുളം അല്ലെങ്കിൽ കൊച്ചി മാത്രമാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ. അപ്പൊ നമുക്ക് ആ സെന്റർ മാത്രം ചൂസ് ചെയ്യാനായിട്ടേ കഴിയത്തുള്ളൂ. കേരളത്തിലെ മറ്റ് സെന്ററുകളില്ല പരീക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും പിന്നീട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെ ശേഷമായിരിക്കും ഫൈനൽ നിയമനം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതേക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് അവിടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം. മിനിമം കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഏകദേശം 45 പേജുള്ള നോട്ടിഫിക്കേഷൻ ആണ്.
നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും എന്ന കാര്യം കൂടി നോക്കാം. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോ സ്കാൻ ചെയ്ത് വെക്കണം. അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ കറുത്ത മഷി കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്ത ശേഷം അതും സ്കാൻ ചെയ്ത് വെക്കണം. ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് ഇംപ്രഷനും സ്കാൻ ചെയ്ത് വെക്കണം. ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അതും ഇംഗ്ലീഷ് സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ അതും സ്കാൻ ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം അപ്ലൈ ചെയ്യുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. SC കാരകൾക്കും ഡിസബിലിറ്റികൾക്കും 175 രൂപയാണ്. ജനറൽ കാറ്റഗറിക്കെല്ലാം 950 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം ഓർമ്മിക്കുക. അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റ് ആയ www.ecgc.in എന്ന സൈറ്റിൽ പോവുക. അതിലേക്ക് കരിയർ വിത്ത് EGC എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്ലിക്ക് ഹിയർ ഫോർ അപ്ലൈ ഓൺലൈൻ കൊടുത്തതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ടും അതുപോലെ നമ്മുടെ ഫോട്ടോ ലൈവ് ഫോട്ടോ ആണ് വേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കാൻഡ് ഫോട്ടോയും ഉണ്ട്, അതുപോലെ ലൈവ് ഫോട്ടോ എടുക്കണം. അത് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.